നമസ്തേ. എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹാദരങ്ങളോടെ വിഷു ആശംസകൾ. വിഷുക്കണി കണ്ടുണരുന്ന ഈ പുണ്യ വിഷുപ്പുലരിയിൽ ലോകപ്രശസ്തമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ ഗീതാധ്യാനം വരികൾ കണ്ടു ചൊല്ലാം. ഒരിക്കൽ കൂടി എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹാദരങ്ങളോടെ വിഷു ആശംസകൾ. എന്നുള്ളിൽ മിന്നുന്ന പൊന്നുണ്ണിക്കണ്ണ, നിന്നെ ഞാനെന്നുമേ കാണണം കണ്ണ. നിന്നീലലിയണം എന്നുള്ളം കൃഷ്ണ, നിന്നീലലിയണം എന്നുള്ളം കൃഷ്ണ. നീയല്ലാതൊരുവരും തുണയില്ലേ കണ്ണ, നീയല്ലാതൊരുവരും തുണയില്ലേ കണ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ലളിതാംബികായൈ നമഃ. ഭഗവത്ഗീതാധ്യാനം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതി അഷ്ടാദശാധ്യായിനി അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദേഷിണീ. അമ്മേ, ഭഗവത്ഗീത ഭഗവാനായ നാരായണനാൽ നേരിട്ടു തന്നെ അർജുനന് വേണ്ടി ഉപദേശിക്കപ്പെട്ടതും പുരാണങ്ങൾ രചിച്ച മുനിയായ വ്യാസനാൽ മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ കോർക്കപ്പെട്ടതും അദ്വൈതമാകുന്ന അമൃതം ചൊരിയുന്നവളും 18 അധ്യായങ്ങളുള്ളവളും സംസാര ദുഃഖത്തെ ദേഷിക്കുന്നവളുമായ നിന്നെ ഞാൻ പിന്തുടരുന്നു. ശ്ലോകം 2. നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധി പുല്ലാരവിന്ദായത പത്രനേത്ര. യേന ത്വയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. വിശാല ബുദ്ധിയോടുകൂടിയവനും വിടർന്ന താമരപ്പൂവിൻ്റെ നീണ്ട ഇതൾ പോലെയുള്ള കണ്ണുകളുള്ളവനുമായ ഹേ വ്യാസദേവ, മഹാഭാരതമാകുന്ന എണ്ണ നിറച്ചു വച്ച ജ്ഞാനദീപം കൊളുത്തിയ അങ്ങേക്ക് നമസ്കാരം. ശ്ലോകം 3. പ്രപന്ന പാരിജാതായ സ്തോത്രൈവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ആശ്രയിക്കുന്നവർക്ക് കൽപ്പവൃക്ഷം പോലെ സർവവും നൽകുന്നവനും ഒരു കൈയിൽ കുതിരക്കടിഞ്ഞാണും ചൂരലും ഏന്തിയവനും ഭഗവത്ഗീതയാകുന്ന അമൃതം കറന്നെടുത്തവനും ജ്ഞാനമുദ്ര കയ്യിൽ ധരിച്ചിരിക്കുന്നവനുമായ ശ്രീകൃഷ്ണന് നമസ്കാരം. ശ്ലോകം 4. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ
പാർത്തോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളാണ്. കറവക്കാരൻ ശ്രീകൃഷ്ണനാണ്. അർജുനനാണ് കിടാവ്. പാൽ കുടിക്കുന്നത് സജ്ജനമാണ്. പാൽ മഹത്തായ ഗീതാമൃതവും. ശ്ലോകം 5. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. വസുദേവപുത്രനും കംസനെയും ചാണൂരിനെയും വധിച്ചവനും ദേവകിക്കു പരമാനന്ദപ്രദനും ലോകർക്കെല്ലാം പരമാചാര്യനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. ശ്ലോകം 6. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാര നീലോപല ശല്യഗ്രാഗവതി കൃപേണ ഭഗനേ കർണേന വേലാകുല. അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോതീർണാഗലു പാണ്ഡവൈ ഋണനദി കൈവർത്തക കേശവ. ഭീഷ്മരും ദ്രോണരുമാകുന്ന ഇരു തീരങ്ങളോടു കൂടിയതും ജയദ്രഥനാകുന്ന ജലമുള്ളതും ശകിനിയാകുന്ന കരിമ്പാറക്കെട്ടുകളുള്ളതും ശല്യരാകുന്ന മുതലയോടുകൂടിയതും കൃപരാകുന്ന ഒഴുക്കോടുകൂടിയതും കർണനാകുന്ന തിരകൾ കൊണ്ട് കരകളെ ഇടിച്ചുകൊണ്ടിരിക്കുന്നതും അശ്വത്ഥാമാവും വികർണനുമാകുന്ന ഭയങ്കര മത്സ്യങ്ങളുള്ളതും ദുര്യോധനനാകുന്ന ചുഴിയോടുകൂടിയതുമായ യുദ്ധമാകുന്ന ആ നദി ശ്രീകൃഷ്ണനാകുന്ന അമരക്കാരൻ്റെ സഹായത്താൽ പാണ്ഡവന്മാർ കടന്നു. ശ്ലോകം 7. പാരാശര്യവചസരോജമമലം ഗീതാർത്ഥഗന്ധോൽക്കടം നാനാജ്ഞാനകേസരം ഹരികഥാസംബോധനാബോധിതം ലോകീ സജ്ജന ഷഡ്പദൈരഹരഹ പേപീയമാനം മുദാ ഭൂയാദ്ഭാരത പങ്കജം കലിമലപ്രധ്വംസിന ശ്രേയസേ. വ്യാസന്റെ വാക്കാകുന്ന തടാകത്തിൽ നിന്നുളവായതും പരിശുദ്ധവും ഗീതാ തത്വമാകുന്ന സുഗന്ധം നിറഞ്ഞതും പല കഥകളാകുന്ന ഇതളുകളുള്ളതും ശ്രീകൃഷ്ണ കഥയാകുന്ന സൂര്യരശ്മിയാൽ വിടർത്തപ്പെട്ടതും ലോകത്തിൽ സജ്ജനങ്ങളാകുന്ന വണ്ടുകളാൽ നാൾതോറും സസന്തോഷം വീണ്ടും വീണ്ടും പാനം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ മഹാഭാരതമാകുന്ന താമരപ്പൂവ് കലിയുഗത്തിൻ്റെ വിനകളെ നശിപ്പിക്കുന്നതും നമുക്ക് ക്ഷേമം നൽകുന്നതുമായി ഭവിക്കട്ടെ. ശ്ലോകം 8. മോഹം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യാതൊരുവൻ്റെ കാരുണ്യം ഊമയെ വായാടിയാക്കുകയും മുടന്തനെ പർവ്വതത്തെ താണ്ടിക്കുകയും ചെയ്യുന്നുവോ ആ പരമാനന്ദരൂപിയായ മാധവനെ ആ പരമാനന്ദരൂപിയായ മാധവനെ ഞാൻ വന്ദിക്കുന്നു. നമസ്തേ. ഗീതാധ്യാനത്തിലെ അവസാന ശ്ലോകം 9. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതക സ്തുനന്തി ദിവ്യസ്തവൈഹ
വേദൈസാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതൽഗതീന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ബ്രഹ്മാവ്, വരുണൻ, ഇന്ദ്രൻ, രുദ്രൻ, മരുത്തുക്കൾ എന്നിവർ ദിവ്യങ്ങളായ സ്തോത്രങ്ങളെ കൊണ്ട് യാതൊരുവനെ സ്തുതിക്കുന്നുവോ, സാമഗാനം ചെയ്യുന്നവർ വേദാംഗങ്ങൾ, പദക്രമം, ഉപനിഷത്തുക്കൾ എന്നിവയോടുകൂടിയ വേദങ്ങളെ കൊണ്ട് യാതൊരുവനെ വാഴ്ത്തിപ്പാടുന്നുവോ, താപസന്മാർ ധ്യാനത്തിൽ ഉറച്ചിരുന്ന് അതിൽ തന്നെ മുഴുകിയ മനസ്സുകൊണ്ട് യാതൊരുവനെ കാണുന്നുവോ, ദേവാസുരഗണങ്ങൾ യാതൊരുവൻ്റെ യാഥാർത്ഥ്യം അറിയുന്നില്ലയോ, ആ ദേവന് പ്രണാമം. നമസ്തേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതവും ശ്രീമദ് നാരായണീയവും 10 മിനിറ്റ് നേരം വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരിക്കൽ കൂടി എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹാദരങ്ങളോടെ വിഷു ആശംസകൾ.